കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈശ്വര, ദീപം കത്തി നിൽക്കുകയാണോ അതോ അണഞ്ഞു കാണൂ? എന്തായാലും ഒന്ന് നോക്കിക്കളയാം. ചിലപ്പോ ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ദീപം കത്തിക്കാഞ്ഞതാണെങ്കിലോ? ഞാൻ ഏതാ മോനെന്ന് അവർക്കറിയോ? അവന്റെ കളി എന്റെ അടുത്ത് വേണ്ട, ഞാൻ തന്നെ ഈ ദീപം കത്തിച്ചോളാം. त्रिलोचनाय हस्तांगरागाय महेश्वराय नित्याय शुद्धाय दिगंबराय तस्मै नकाराय नमः शिवाय मन्दाकिनी सलिल चन्दनच्छटाय नन्दीश्वर प्रमथनाथ महेश्वराय मन्दार मुख्य बहु पुष्प सुपूजिताय तस्मै मकाराजिताय नमः शिवाय शिवाय गौरीवदनारविन्द सूर्याय दक्षाध्वरनाशनाय श्रीनीलकण्ठाय वृषध्वजाय तस्मै शिकाराय नमः शिवाय. ദേ, ആ ദീപം കത്തിയിട്ടില്ല, അത് അണഞ്ഞില്ലേ? അപ്പൊ അവളാ കള്ളി. ഈ ദീപം കണ്ടോ? എന്റെ ദീപം കത്തുന്നുണ്ട്. ദേ കണ്ടോ കത്തി നിൽക്കുന്നത്? എന്റെ ദീപം അഖണ്ഡ ജ്യോതി പോലെ കത്തുക. ഇതുകൊണ്ടാണ് രണ്ട് കലത്തിലെയും ദീപം ഞാൻ അന്നേരം കത്തിക്കാതിരുന്നത്. വൈദേഹി തെറ്റ് ചെയ്യാത്തോണ്ട് അവക്കതിൽ പേടിണ്ടായിരുന്നില്ല. ദീപം തെളിഞ്ഞു തന്നെ ഇരിക്കുമെന്ന് അവള് വിശ്വസിച്ചു. അതുകൊണ്ട് അവള് കുടം തുറന്നു നോക്കിയില്ല. അവൾ അത് വിശ്വാസത്തോടെ കൊണ്ടുവച്ചു. തെറ്റ് ചെയ്തത് നീയാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് സംശയത്തോടു കൂടി നീ അത് തുറന്നു നോക്കി. ഞാൻ കത്തിക്കാത്ത ദീപം നീ ഇടയ്ക്ക് വെച്ച് കത്തിച്ചോണ്ട് വന്നു. ഇപ്പൊ തെളിഞ്ഞില്ലടാ, യഥാർത്ഥ മോഷ്ടാവ് നീ തന്നെയാണെന്ന്. ശരിക്കെന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. ഈ തിരുമേനിയും ട്രഷറാറും കൂടെ ചേർന്ന് തിരുവാഭരണം മോഷ്ടിച്ച് ഇവിടുന്ന് കടന്നു കളയാൻ തീരുമാനിച്ചു. താക്കോലും വാങ്ങിച്ച് ട്രഷറാർ അമ്പലത്തിനകത്ത് കടന്നു. ആ സമയത്ത് തന്നെ വൈദേഹി അവിടേക്ക് വന്നു. ആ സമയത്ത് അമ്പലവാതിൽ തുറന്നു കിടന്നുകൊണ്ട് അവൾ അകത്തേക്ക് കയറുകയും ചെയ്തു.
അപ്പൊ ആഭരണം മോഷ്ടിച്ച ട്രഷററെ അവൾ അവിടെ കാണുകയും ചെയ്തു. അയാളെ കൈയോടെ പിടിച്ചപ്പോ അയാൾ ആ കുറ്റം വൈദേഹിയുടെ മേൽ ചാർത്തി. എന്താ തിരുമേനി ഞാൻ ഈ കേൾക്കുന്നേ? ദിവസവും ഭഗവാന് പൂജ ചെയ്യുന്ന വ്യക്തി, എന്നിട്ട് അതേ ഭഗവാന്റെ തിരുവാഭരണം മോഷ്ടിക്കാന്ന് വെച്ചാ എന്ത് മനുഷ്യനാടോ താൻ? കഷ്ടം തോന്നുന്നു. രാമവർമ്മ സാറേ, ഇനി ഒരു അക്ഷരം വേണ്ടി പോരെ. ഇത്രയും കാലം ഇവിടെ പൂജ നടത്തിയ ആളായതുകൊണ്ട് ഞാൻ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഇനി മേലിൽ തന്നെ ഈ അമ്പലത്തിന്റെ പരിസരത്ത് കണ്ടുപോരും. പൊയ്ക്കവിടുന്നു. നിന്നോടും കൂടിയാ പറഞ്ഞത്. ഇറങ്ങിക്കോ. വളരെ നന്നായി മോനെ. സമയോചിതമായ നിന്റെ ബുദ്ധിയ വൈദേഹിയെ വലിയൊരു നാണക്കേടിയിൽ നിന്ന് രക്ഷിച്ചത്. നീ എന്റെ മാനം കാത്തു മോനെ. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്താ അച്ഛാ ഇത്? അച്ഛൻ അങ്ങനെ പറയരുത്. ഇത് ഞാൻ സഹായിച്ചതല്ല, എന്റെ കടമയാണ് അച്ഛാ. അച്ഛാ, നമുക്ക് വീട്ടിൽ പോവാ അച്ഛാ. എന്നാ പോയിക്കോട്ടെ മോനെ, പിന്നെ വന്ന് കണ്ടോളാം. ഞങ്ങളുടെ കൂടെ കയറിക്കോളൂ, വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അതൊന്നും വേണ്ട വർമ്മേ, അടുത്ത് തന്നെയല്ലേ, ഒരു ഓട്ടോ വിളിച്ചു പൊക്കോളാം. മോളെ വൈദേഹി, എന്തിനാ അമ്പലത്തിലേക്ക് വന്ന്? അത് അച്ഛാ, ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിന് മോളെ തന്നെ ബാഗ് കയ്യിലെടുത്ത് വാ, വീട്ടിൽ നിന്ന് സംസാരിക്കും. കാലത്ത് തൊട്ട് അവളെ കാണാനില്ല മോളെ. അവളുടെ ബാഗും ഇല്ല. നിന്റെ അടുത്തേക്ക് അവള് വന്നിട്ടില്ലെങ്കിൽ പിന്നെ എവിടേക്ക് പോകാനാ? ആർക്കറിയാമേ, ചേച്ചി ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അമ്മയോട് പറയാതിരിക്കില്ലല്ലോ. അങ്ങോട്ടൊന്ന് മാത്രമല്ല, എവിടെ പോയാലും അവള് പറഞ്ഞിട്ടേ പോകും. എന്ത് വിഷമമുണ്ടായിട്ട് അവള് പോയെന്നറിയില്ല. വൈദേഹി എല്ലാം തുറന്നു പറയാറില്ലേ നിന്നോട്? അവള് നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ലമ്മേ, പറഞ്ഞ ഞാൻ പറയാതിരിക്കോ? മോളെ, അവളുടെ കൂട്ടുകാരിയിലെ ആരെങ്കിലും നിനക്കറിയാവോ? അങ്ങനെയെങ്കിൽ അവിടെ എവിടെയെങ്കിലും ചെന്നോന്ന് ചോദിക്കുവോ? എന്തിനാടി ഇങ്ങനെ കടന്ന് വെപ്രാളപ്പെടുന്നേ? ഇവിടെയുള്ള എനിക്കോ നിനക്കോ പോലും അവൾ എങ്ങോട്ട് പോയെന്നറിയില്ല. അവിടെ ഇരിക്കുന്ന ശ്രേയമോളെ വിളിച്ച് ചോദിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ സംസാരിച്ചോളാം, നീ അകത്ത് കയറി പോകാൻ നോക്ക്. പോകാനാ പറഞ്ഞേ. ഹലോ, ഹലോ, എന്താ പറ്റിയത് അച്ഛമ്മേ? എന്തിനാ വൈദേഹി ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അച്ഛമ്മേ? അവൾ ഇറങ്ങിപ്പോയതൊന്നുമല്ല, ഞാനായിട്ട് അവളെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചതാടി. ഇനി നീ ഒന്നും ഓർത്ത് പേടിക്കണ്ട, നീ അവിടെ സന്തോഷമായിട്ട് ജീവിച്ചു. ചേച്ചി ഇറങ്ങിപ്പോയതിനും എന്റെ ജീവിതവും തമ്മില് എന്താ ബന്ധം അച്ഛമ്മേ? ബന്ധമൊക്കെ ഉണ്ടടി പെണ്ണെ, നീയെല്ലാം മറന്നതാണോ? എന്തു തന്നെ ആയാലും ദേവൻ താലി കെട്ടിയത് അവളുടെ കഴുത്തിലല്ലേ. അവൾ ഇവിടെ തന്നെ നിന്ന ഏതു നേരവും അത് പുറത്തു വന്നെന്നിരിക്കും. മാത്രമല്ല, അവളാണെങ്കിൽ ആ താലി അഴിച്ചു മാറ്റുകയില്ല. അപ്പൊ പിന്നെ എന്നായാലും അവള് നിന്റെ ജീവിതത്തിന് ഭീഷണി തന്നെയാണ്. അതുകൊണ്ടാ അവളെ ഞാൻ ഇവിടുന്ന് പുകച്ചു ചാടിച്ചു. അച്ഛൻ എങ്ങാനും പറഞ്ഞ ആകെ പ്രശ്നമാവില്ല അച്ഛമ്മേ? അതിനവൻ അറിഞ്ഞിട്ട് വേണ്ടേടി. വാ തുറന്നു പറയാൻ അവളിവിടെ ഇല്ലല്ലോ. അടിച്ചോടിച്ച ഞാനും ഒന്നും പറയാൻ പോകുന്നില്ല. നീയായിട്ടൊന്നും പറയാതിരുന്ന സത്യങ്ങൾ ഇവിടെ കുഴിച്ചു മൂടിയതുപോലെ ആവും. ആ അനാഥപ്പുഴുവിനെ എന്നേ ഇവിടുന്ന് ഓടിച്ചു വിടേണ്ടതായിരുന്നു. ഇപ്പോഴാ അതിന് സമയം ഒത്തത്. ഇനി നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല.
അതൊക്കെ ഇരിക്കട്ടെ, ദേവൻ നിന്റെ കൂടെ നന്നായിട്ട് തന്നെ അല്ലേടി? അതെന്തൊരു ചോദ്യ. ദേവേട്ടന് എന്നോട് വലിയ സ്നേഹമാ. അച്ഛമ്മേ, എന്തിനാ അച്ഛമ്മ ഇങ്ങനെ ഓരോന്നും ചോദിച്ചോണ്ടിരിക്കുന്നത്? ആ മോളെ, ആ ഒന്നുകൂടെ ഒന്ന് ഉറപ്പു വരുത്താൻ ചോദിച്ചെന്നേ ഉള്ളൂ. അവനെ നീ കൈക്കുള്ളിലാക്കിക്കണം. ഒരു പെണ്ണൊരുമ്പെട്ട എന്തും നടത്താം, എങ്ങനാന്നോ? ഇനി നാളെ അവളെങ്ങാനും ദേവൻ കണ്ടുമുട്ടേണ്ട അവസ്ഥയുണ്ടായാലും അവളെ അവൻ തിരിഞ്ഞു നോക്കാൻ പോലും പാടില്ല. വൈദേഹി ചേച്ചിനെ കണ്ടെന്ന് പറഞ്ഞ് എന്നെ എന്തിനാ ദേവേട്ടൻ ഒഴിവാക്കുന്നത്? നീ എന്തൊരു പൊട്ടിയാടി. നാളെ ഒരു പക്ഷേ അവളുടെ കഴുത്തിലെ താലി കിട്ടിയെന്ന് ദേവന് മനസ്സിലായാലും നിന്നെ അവൻ വിട്ടുപോകരുത്. അങ്ങനെ അവനെ നീ സാരിത്തുമ്പേ കെട്ടിയിട്ടോണം. എന്റെ അടുത്തുപോലും വന്നിരിക്കില്ല, പിന്നെയല്ലേ സാരിത്തുമ്പില് കെട്ടിയിടുന്നത്. ഹലോ, എന്താ മോളെ നീ ഒന്നും പറയാത്ത? അയ്യോ, അച്ഛമ്മ പറയുന്ന കേക്കുമായിരുന്നു. കേട്ടല്ലോ അല്ലേ? പറഞ്ഞതൊക്കെ മനസ്സിലോട്ട് കേറിയല്ലോ. ആരെങ്ങനെ പോയാലും നീ എന്നും ആ വീട്ടിലെ മരുമോള് തന്നെ ആയിരിക്കണം. നീ ആയിരിക്കണം അടുത്ത മഹാറാണി. അതിനാദ്യം നിന്റെ അമ്മായിയച്ഛനെ അമ്മായിയമ്മയും കയ്യിലെടുത്തോണം. ഭർത്താവ് എന്തിനും ഏതിനും നിന്നെ മാത്രം ആശ്രയിക്കണം. കേട്ടല്ലോ അല്ലേ? ആ ആ ആ എന്നാ ഞാൻ വെക്കട്ടെ. എത്ര നേരമായിട്ടാ കണ്ണാടിക്ക് മുമ്പിൽ? ചേട്ടൻ അവിടെ എന്തോ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് എല്ലാവരും വിളിക്കുന്നുണ്ട്. അവിടെ എനിക്കെന്ത് കാര്യം? ഓരോ അവകാശങ്ങളായിട്ട് മകന്റെ കൈ വെച്ചു കൊടുക്കുമ്പോ കൈകൊട്ടി ആസ്വദിക്കണായിരിക്കും. അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടാതെ എന്താ ചെയ്യാ? ഇതൊക്കെ കണ്ട് ഞാൻ എങ്ങനെ സന്തോഷിക്കാനാ? മൂത്തവൻ ചക്രക്കസേരയിലേക്ക് ചുരുണ്ടു കൂടുകയും ഇളയവൻ അമേരിക്കയിൽ സെറ്റിൽ ആവുകയും കൂടി ചെയ്തപ്പോ ഇനി അധികാരങ്ങളെല്ലാം എന്റെ കയ്യിലാവുമെന്ന് ഞാൻ കരുതി. അപ്പതേ ദേവനെ കള്ളം പറഞ്ഞു വിളിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പെണ്ണ് കെട്ടിച്ച് ട്രസ്റ്റിന്റെ അധികാരം അവനെ ഏൽപ്പിച്ചു. അപ്പൊ അച്ഛനും അവനെയാണ് സപ്പോർട്ട് ചെയ്തത്. സ്വന്തം മോനെ മാറ്റി നിർത്തിയിട്ട് ആ ദേവന്റെ കൂടെ കൂടാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇനി മേലിൽ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് വലിയച്ഛൻ സംസാരിക്കുമ്പോ അച്ഛൻ എന്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ തന്തയുടെ ചിതയൊരുക്കാൻ ഈ വീട്ടുവളപ്പിൽ ഒരു മരം എനിക്ക് മുറിക്കേണ്ടി വരും. പണത്തിനും പദവിക്കും വേണ്ടി നീ എന്നെയും കൊല്ലുമല്ലടാ. നിന്റെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവണം. ഞാനില്ലാതായ കേറി കിടന്നുറങ്ങാൻ ഈ വീട് പോലും നിനക്കുണ്ടാവില്ല. നിന്നെ ഉണ്ടാക്കിയത് ഞാനാണെന്നുള്ള കാര്യം മറക്കണ്ട. ചേട്ടനായാലും ചേട്ടന്റെ മകനായാലും സ്വന്തം മകന് ശേഷം മാത്രമേ ഉള്ളൂ. ഈ കൊട്ടാരവും സ്വത്തും അധികാരവും നീ അനുഭവിക്കണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കൂ. വല്ലവനും ഉണ്ടായവന് എങ്ങനെ ഞാൻ അതൊക്കെ വിട്ടുകൊടുക്കുമെന്നാണ്. അപ്പൊ പിന്നെ എല്ലാം ദേവന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്യുന്നത്? അത് സപ്പോർട്ട് ചെയ്തല്ലടാ, സമയവും സന്ദർഭവും ഒക്കെ നോക്കണ്ടേ. അതെല്ലാം ഒത്തുവരുമ്പോ എന്റെ യഥാർത്ഥ മുഖം എല്ലാവരും കാണും. അവിടെ നടക്കുന്ന നാടകം കാണണ്ടേ? വാ. എന്താ ചേട്ടാ, എന്തിനാ വിളിപ്പിച്ചേ? കാര്യമുണ്ട്, അവിടെ ഇരിക്കേ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ പോകുന്നത് ദേവനാണല്ലോ. ട്രസ്റ്റ് നോക്കി നടത്താനുള്ള പരിചയക്കുറവ് പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ രാജഗുരുവിന്റെ ഉപദേശപ്രകാരം നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന 1000 മണ്ഡപത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇവൻ നോക്കട്ടെ എന്ന് വിചാരിച്ചു. ആയിരം കാല് മണ്ഡപം എന്ന് പറയുമ്പോ ഏകദേശം 50 കോടിയുടെ കോൺട്രാക്ട്. ഇതെങ്കിലും എന്നെ ഏൽപ്പിക്കുമെന്നും അതിൽ നിന്നൊരു 30 കോടി മുക്കാന്നും കരുതി ഇരുന്നതാ.
ഇപ്പൊ അതും ഈ തെണ്ടിയുടെ കയ്യിലായി. ദേവന്റെ അഭിപ്രായം എന്താ? ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, ദേവൻ എന്തിനാ അതിന് ബുദ്ധിമുട്ടിക്കുന്നത്? ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ വരുണിനെ ഏൽപ്പിച്ച പോരെ. ദേവനെ ട്രസ്റ്റ് കാര്യങ്ങളിൽ സഹായിക്കാൻ പരിചയസമ്പന്നരായ ഒത്തിരി പേര് അവിടെ ഉള്ളതുകൊണ്ട് പ്രശ്നമുണ്ടാവില്ല. എന്നാൽ 1000 കാൽ മണ്ഡപത്തിന്റെ നിർമ്മാണം അത്ര എളുപ്പമുള്ളതല്ല. സൈറ്റിൽ ചെന്ന് നോക്കണം, ലേബേഴ്സുമായിട്ട് ഡീൽ ചെയ്യണം. അമേരിക്കയിൽ വളർന്ന നമ്മുടെ ദേവന് അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അങ്ങനെയൊന്നും കരുതണ്ട. അച്ഛനെ അമ്മയെ സംബന്ധിച്ച് മക്കൾ എപ്പോഴും ചെറിയ കുട്ടികളാണെന്ന വിചാരം. ആ ചിന്ത നമ്മൾ മാറ്റണം. ഒരു സംഭവത്തിലൂടെ കടന്നു പോകുമ്പോഴേ ഒരാളുടെ ശരിക്കുള്ള കഴിവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നടന്നൊരു കാര്യം പറയട്ടെ. നമ്മുടെ രാമന്റെ മോട് വൈദേഹിയെ അമ്പലത്തിലെ തിരുവാഭരണം മോഷ്ടിച്ചെന്ന പേരും പറഞ്ഞ് അമ്പലത്തിൽ പിടിച്ചു കെട്ടിയിട്ടു. അവളൊരു പാവം കുട്ടിയാണല്ലോ ഏട്ടാ. അവള് മോഷ്ടിക്കാന്നൊക്കെ പറഞ്ഞ അത് ശരിയല്ല എന്ന് എന്റെ മനസ്സിനും അറിയായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന തെളിവുകളൊക്കെ വൈദേഹിക്ക് അനുകൂലമായിരുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടിയില്ല. അവരൊക്കെ പറയുന്നത് കേട്ടപ്പോ ആ മേൽശാന്തിയുടെ വാക്കുകൾ സത്യമാണെന്ന് എനിക്ക് വരെ തോന്നിപ്പോയി. അപ്പൊ നമ്മുടെ ദേവനും കൂടി ഉണ്ടായിരുന്നു. അവനെന്താ ചെയ്തേന്നറിയോ? ഈ 2 കുടത്തിൽ ഞാൻ ദീപം കത്തിച്ചിട്ടുണ്ട്. ഇത് 2 തലയിലെടുത്തോണ്ട് 3 വട്ടം അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യണം. ആരുടെ കുടത്തിലെ ദീപമാണോ അണയുന്നത് അവരായിരിക്കും യഥാർത്ഥ കുറ്റവാളി. കണ്ടോ കത്തി നിൽക്കുന്നത്? എന്റെ ദീപം അഖണ്ഡ ജ്യോതി പോലെ കത്തുക. സത്യത്തിൽ ഞാൻ ഈ 2 കുടത്തിലെയും ദീപങ്ങൾ കത്തിച്ചിരുന്നില്ല. അങ്ങനെ ആ പ്രശ്നം തീർന്നു. ദേവൻ എന്ന് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ പെൺകുട്ടിയെ കുറ്റവാളിന്ന് വിധി എഴുതേണ്ടി വന്നേനെ. രാമൻ അവിടെ അപമാനിക്കപ്പെടുകയും ചെയ്തേനെ. എന്റെ ദേവൻ മോനെ കുറിച്ച് നീ എന്താ കരുതിയേ? സമയോചിതമായ കാര്യങ്ങൾ ചെയ്യാൻ അവൻ മിടുക്കനാ. 1000 കാൽ മണ്ഡപം മാത്രമല്ല, ഏത് ഉത്തരവാദിത്വവും മികച്ച രീതിയിൽ തന്നെ അവ ചെയ്തു തീർക്കും.